വാൽപ്പാറ ദുരന്തത്തിൽ പാങ് GLP സ്കൂളിലെ 5 അധ്യാപകർക്കൊപ്പം ജീവൻ നഷ്ടമായ പാചക ജീവനക്കാരി സജിതയുടെ കുടുംബം നേരിടുന്നത് കടക്കണിയും പ്രതിസന്ധികളും. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ള സജിതയുടെ മകൻ ഷഹദിൻ ഇപ്പോഴും ഉമ്മ മരിച്ചത് അറിഞ്ഞിട്ടില്ലെന്ന് സജിതയുടെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ പറഞ്ഞു. മരിച്ച അധ്യാപകരുടെ കുടുംബത്തിന് നിയമാനുസൃതമായുള്ള സഹായങ്ങൾ ലഭിക്കുമ്പോൾ സജിതയ്ക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ സർക്കാർ തന്നെ കനിയണം. ഉമ്മയും ഉപ്പയും ഇല്ലാതെയായ ഷഹദിന്റെ ഭാവിയും വീട് പണിയുടെ കടവുമെല്ലാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച പാങ് GLP സ്കൂളിലെ പാചക ജീവനക്കാരി സാജിദയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാജിദയുടെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ എന്നോടൊപ്പം ചേരുന്നു. കഥ വലിയ വിഷമാണെന്നറിയാം, എന്നാലും മോൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലിന് ഇന്ന് സർജറി വേണം പറഞ്ഞതായതുകൊണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് 5 ദിവസത്തിന്. ഇപ്പോൾ നടുവിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട് നട്ടെല്ലിന്. അപ്പോൾ 5 ദിവസത്തിന് മാറ്റി വെച്ചപ്പോൾ രക്തം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിന് കമ്മിയുണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ 3 കുപ്പി കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഒരാളും കൂടി വേണം പറഞ്ഞിട്ട് വേറൊരാളും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ രക്തം എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനെല്ലാതും ഓർമ്മ ഉണ്ട്, അവിടെ സംഭവിച്ചതൊക്കെ ഓർമ്മ ഉണ്ട്. അത് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയമൊന്നും അവൻ്റെ മനസ്സിൽ മുഖത്ത് കാണുന്നില്ല എന്നാ പറയുന്നത് എല്ലാവരും. അവൻ്റെ വർത്താനം നല്ല എനർജി ആയിട്ടാണ് വർത്താനം. ഇല്ല, അതറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ബോഡി കിട്ടിയിട്ടില്ല, സാജിദയുടെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ ബോഡി എന്നൊന്നും അവനക്ക് അറിയില്ല. ഉമ്മയുടെ ബോഡി കിട്ടിയോ, അമ്മച്ചി ഇവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കണത്. സർക്കാരിന് പറയുന്നതെന്ന് വെച്ചാൽ ടീച്ചർമാരും അവരെ കൂടെയാണല്ലോ സാജിദ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നമുക്കിവിടെ ഉപജീവനം എങ്ങനെയാണ്? ഇനിയിപ്പോൾ സാജിദയുടെ ഒറ്റ ജോലി കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ ഉമ്മയും അവൾ മാത്രമാണ് ഉള്ളത്. അവളെ ഒറ്റ ജോലി കൊണ്ട് തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞ് പോണത്. മോൻ്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്താലും പിന്നെയും സഹായങ്ങളൊക്കെ ആവശ്യം വരില്ലേ? പിന്നെന്താ, വേണ്ടി വരും. എൻ്റെ കുട്ടികൾ പഠിക്കാനും എല്ലാത്തിനും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നീടുള്ള ജീവിതത്തിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനക്ക് സർക്കാരിൻ്റെ സഹായം നിർബന്ധമായിട്ടും വേണ്ടി വരും. സർക്കാർ പരിഗണിക്കുന്നത് പ്രതീക്ഷിക്കല്ലേ? ഓക്കെ. അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇമ്മ മാത്രമല്ലേ ഉള്ളൂ. സാജിൻ്റെ ഭർത്താവും വാപ്പയും ഒക്കെ മരിച്ചിട്ടുണ്ട്. ഞങ്ങളും ഓരോ ഇതിലാണ്, ഇഷ്ടപ്പാടിലാണ്. പക്ഷെ വല്ലാതെ സഹായിക്കാനൊന്നുള്ള പ്രാപ്തി ആയിട്ടില്ല. ഞാനും സ്കൂളിലൊരു വർക്കറാണ്. ഞാൻ സർജറി കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിർത്തിവെച്ച. ഇനി അവിടെ നിന്നാണ് തുടരണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് 2 പ്രാവശ്യൻ്റെ അടുത്ത് വീണ്ടും ഇത് പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല റെസ്റ്റ് എടുക്കും മാണ, നമുക്ക് വേറൊരാളെ വെക്കണേക്കാട്ടി നല്ലത് മാണ തന്നെ വേണം. കുട്ടികളെ സൗകര്യം കെടുത്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കലക്ടർ പോലെയൊക്കെ വന്നിട്ട് പറഞ്ഞത്. MLA വന്നു. ചെയ്യല്ലേ നിർബന്ധം. ഞങ്ങളെ ജോലി വിട്ടു കൊടുക്കാനാവില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ അതേ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പം അല്ല, അതേ പറഞ്ഞതാണ്. ഇപ്പം കഴിയണത് നമ്മൾ തുടർന്ന് പോകണമെന്നാണ്. എന്താണെങ്കിലും വലിയ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നൊക്കെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അധ്യാപകർക്ക് പെൻഷൻ അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ഈ പാചക ജീവനക്കാരി ആയതുകൊണ്ട് സാധ്യതയ്ക്ക് അതൊന്നും തന്നെ ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ നിന്നോ ഇവർക്ക് ഈ കുടുംബത്തിന് അതിജീവനത്തിന് ആവശ്യമായ സഹായം നൽകണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കുടുംബത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. മാത്രമല്ല സാജിദയുടെ മകൻ ഷഹദിന് ഇനിയും ചികിത്സയും മറ്റുമൊക്കെ ആവശ്യമാകും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു അകമഴിഞ്ഞുള്ള പിന്തുണ നടപടിയാണ് ഇവർ മുന്നോട്ട് ആവശ്യപ്പെടുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അൻമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.